തകർന്ന സ്വപ്നം. ദാവീദിന് പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കാരൻ ആകണമെന്നോ എപ്പോഴും ഒരു സ്വപ്നമായിരുന്നു. അദ്ദേഹം പകലും രാത്രിയും അഭ്യാസം നടത്തി. ഒരു ക്ലബിൽ ചേർന്നു. തൻ്റെ മുഴുവൻ മനസ്സും നൽകി ശ്രമിച്ചു. എന്നാൽ ആദിമ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു. അദ്ദേഹം വിചാരിച്ചു, ഇത് എൻ്റെ ഏക സ്വപ്നമായിരുന്നു. ദൈവം എനിക്ക് തോൽവി അനുവദിച്ചത് എന്തുകൊണ്ട്? താൻ വഴിമുട്ടിയതായി തോന്നിയപ്പോൾ സമയം ചെലവഴിക്കാൻ ദാവീദ് തൻ്റെ ചെറു സഹോദരനെ ക്രിക്കറ്റിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. കുറുകെ അയൽവാസികളായ കുട്ടികളും അദ്ദേഹവുമായി ചേർന്നു. അറിഞ്ഞുകൂടാതെ ദാവീദ് നിരവധി കുട്ടികളുടെ പരിശീലകനായി. വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹം തൻ്റെ സ്വന്തം ക്രിക്കറ്റ് അക്കാഡമി ആരംഭിച്ചു. അവിടെ നൂറുകണക്കിന് കുട്ടികൾ പരിശീലനം തേടി. ചിലർ പ്രൊഫഷണൽ ടീമുകളിൽ എത്തി. ഒരു ദിവസം തൻ്റെ സ്റ്റുഡൻസ് വലിയ ഗ്രൗണ്ടിൽ കളിക്കുന്ന കണ്ടപ്പോൾ ദാവീദിൻ്റെ കണ്ണുകൾ കണ്ണീരാൽ നിറഞ്ഞു. അദ്ദേഹം ചെറു ശബ്ദത്തിൽ പറഞ്ഞു, കർത്താവേ, എൻ്റെ സ്വപ്നം കളിക്കാനായിരുന്നു. എന്നാൽ നിന്റെ പദ്ധതി നൂറുകണക്കിന് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതായിരുന്നു. യഥാർത്ഥത്തിൽ നിന്റെ വഴികൾ എൻ്റെ വഴികളെക്കാൾ ഉയർന്നതാണ്. പാഠം: ദൈവത്തിൻ്റെ പദ്ധതി എല്ലായ്പ്പോഴും നമ്മുടെ പദ്ധതിയെപ്പോൾ ആയിരിക്കണമെന്നല്ല, പക്ഷേ അത് എന്നും മഹത്വവും ലക്ഷ്യപൂർണവുമാണ്. എൻ്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമി മീതെ ഉയരത്തിലിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. യെശയ്യാവ് 55 8-9 വാക്യം.